രാവിലെ പറഞ്ഞേ ഉള്ളൂ കുടിവെള്ള ക്ഷാമം ഒന്നും ഇല്ലായിരുന്നു ഈ വർഷമൊന്നും. അല്ല നല്ല കാര്യമായി പോയി. നമ്മുടെ രമേശ് സുമേഷും ഇല്ലേ, അതിലൊരുത്തി പേരാണിൻ്റെ ആയാലും പട്ടി പെണ്ണാണ്. അതിലൊരാൾ കിണറ്റിലോട്ട് ചാടി എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുടിവെള്ളം മുട്ടി, ഇനി കിണർ തേക്കണം. ഇത്രയും മണിക്കിടയിൽ ഒരു പണിയില്ലാതിരിക്കുന്ന പോലെ തുള്ളിച്ചാടി പോയതാ സാധനം. ബാ മിടിക്കുക. നീ വെള്ളം മൊത്തം പറ്റിക്കണ്ടേ? കഴിച്ചോണ്ടിരുന്ന മനുഷ്യൻ ഓടി വന്നതാ. ഞാനാകുമ്പോൾ മുട്ടുനീര് വെള്ളത്തിലായാലും നീന്തും. കുഞ്ഞാ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ചാട്ടം അങ്ങ് ചാടും, പിന്നെ കയറിയല്ല പറ്റുള്ളൂ. എന്നിട്ട് പട്ടി എടുത്തോണ്ട് കയറും. കിണറിന് ആഴമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഉറവയുള്ള കിണറാണ്, നടുക്കോട്ട് ആഴമുണ്ട് കേട്ടോ. നിന്നെ രണ്ടിനെയും കൂടെ കയറ്റാൻ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? കാലും മറിച്ചോണ്ട് ചാടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പട്ടിക്കുട്ടി നിന്നോട്? കിണറുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് കെട്ടണം. അമരേന്ദ്ര ബാഹുബലി ഏതാ? അതേതാ പാട്ട്? അങ്ങോട്ട് കയറടി തന്നെ. നിനക്ക് അവിടെ പിടിച്ച് കയറിയ ആലോചിച്ചോണ്ടിരിക്കുന്നു. എല്ലാരും പറയും ഞാനിവിടെ നോക്കി നിൽക്കുന്നതിനായിട്ട് പിടിക്കുന്നില്ലല്ലോ. ഒന്നുമില്ല, നിന്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ല. അച്ഛന് പോന്നിന് അമ്മ എടുക്കാടി. ഇനി ചാടാൻ തോന്നുന്നുണ്ടോ? ഈ ഒരുത്തി കാരണം ഇനി ആ കിണർ മൊത്തം പണിയണം. ഇതിനെ ഞാനിനി എങ്ങനെ കയറ്റും? ഡീ ഇങ്ങോട്ടൊന്ന് പിടിച്ചേ, എന്നെ പിടിച്ച് കയറ്റേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നിന്നോട് എങ്ങനെയുണ്ട്? ഒന്നുകൂടെ ചാടി നോക്കുന്നു, എങ്ങനെ ചാടിയെന്ന് കാണാൻ. ഞാൻ നോക്കിയ പാവത്തിൻ്റെ വല ചാടിയതാ. വെള്ളങ്ങളെ എന്നിട്ട് ബാക്കി തേവ. അണ്ണാണി ഇല്ലാത്തപ്പോഴാണല്ലോ ഇങ്ങനത്തെ വള്ളിയൊക്കെ വരുന്നത്. അണ്ണാണി ഉണ്ടായിരുന്നു ഇവിടെ കിടന്ന് നിലവിളിച്ച് പട്ടി അറ്റാക്ക് വന്ന് തീർന്നേന്. അമ്മേ അമ്മയെ ദീപ്തിയെ വിളിച്ച്. എന്നാലും എൻ്റെ സുലുവമ്മേ, എടാ മേളിൽ ഇന്ന് കറുവപ്പട്ട ഇല്ലേ? കഴിഞ്ഞ വെച്ച് പറഞ്ഞു ആ കറുവപ്പട്ട മൂട് പിടിച്ചല്ലോ എന്ന്. അത് മൂടോടെ പോയെന്ന് പറഞ്ഞാൽ മതി. പിഴുതു പോയാണോ, എലുതിന്ന് പോയാണോ, പട്ടി ചാടിപ്പോയാണോ മേളിൽ നിന്നത്, കരിഞ്ഞു പോയതാണോ, ആ പശു തിന്നാണോ ഒന്നും അറിഞ്ഞൂടാ. പോത്തിയോട്ടി കളഞ്ഞാ? എൻ്റെ അമ്മയെ കൊണ്ട് ഇതെങ്ങനെ പറ്റുന്നെന്നുള്ള. എന്നിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുമല്ലോ, എന്നിട്ട് നമ്മളോട് പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പോയെന്ന്. വെള്ളം തേക്കി കളയുന്ന പൈപ്പിന് ജോയിൻ്റ് വിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനൊരു ഗേറ്റ് ഉണ്ട്. കിടു പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല, പക്ഷെ സൈഡ് കെട്ടണം. കണ്ടോണേ, കണ്ടോ അവിടെ ഒരാൾ നിൽക്കുന്നത്? ആ ഒരാൾ മറ്റാരുമല്ല, കുഞ്ഞാവയാണ്. അതായത് എൻ്റെ കോലൊന്നും കയ്യെ വെട്ടടി. ആ നമ്മുടെ അക്കരപ്പറമ്പിൽ പുല്ല് വെട്ടാൻ പോകണേ. നമുക്കിന്ന് കുറേ ഓർഡറുണ്ട് മഞ്ഞപ്പൊടിയുടെ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കും. അത് അയക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫ്രീ ആവണം. അപ്പോൾ പുല്ലും കൂടെ വെട്ടിയാൽ ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ വൈകിട്ടത്തെ പണിയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഉച്ചയായി, നേരം തോട്ടിലൊക്കെ വെള്ളമായി. നമ്മുടെ ഈ സൈഡിലെ പുല്ലൊക്കെ ഏകദേശം നമ്മൾ വെട്ടി, അതിന് പൊട്ടി കിളിക്കണം. അക്കരയിലേക്ക് ഇങ്ങനെ വടി പോലെ നിൽക്കുകയാണ്, വലിയ വലിയ പുല്ലുകളാണ്. അപ്പോൾ പോയിട്ടത് ഇതാക്കണം. അതേ ചേച്ചിയുടെ മ്യാളു മാളൂസ് മാൾ വലിയ ഗമയാണ്. ബാക്കിയെല്ലാം ഇവിടെ എവിടെയെങ്കിലും കാണും. ഹലോ, ആ സമ്മതിച്ചു. അതായത് പുല്ല് ഇവിടെ കയറ്റി സിപ്പ് ലൈനിൽ അങ്ങോട്ട് വലിക്കാം. പക്ഷെ രണ്ട് സൈഡിൽ ഓരോരുത്തർ നിൽക്കണം. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ
ഇവിടുന്ന് പുല്ല് വാരി വെച്ചിട്ട് കുഞ്ഞാവെ അവിടെ നിന്ന് വലിക്കാമെന്ന് വെച്ചാൽ ഇവിടുന്ന് അത് വാരി വെക്കുന്നത് ഒരു വലിയ പണി. ഇനി ഞാൻ അവിടെ നിന്ന് വലിക്കാമെന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ വിരലിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു മുള്ളടിച്ചങ്ങ് കയറിയേക്കുക. അതിൻ്റെ പൊടി അകത്തുണ്ടോ എന്നൊരു സംശയം. ഞാനാണെങ്കിൽ ആരെയും തൊടാൻ സമ്മതിക്കത്തുമില്ല, വേദനിച്ചിട്ടേ. ഹായ് ഡയറി മിൽക്ക്, വഴിയടച്ചുള്ള നിപ്പാന്നല്ലോ. എന്നെ എങ്ങാനും കുത്താനാ നിൻ്റെ പ്ലാനെങ്കിൽ ഇതൊന്ന് നോക്കി ഇങ്ങോട്ട് വരുന്നു. ഒരു പേടിയില്ലാത്ത സാധനം കേട്ടോ. ഹായ്, കൊള്ളാലോ. സ്വന്തമായി വീട്ടു നമ്പറൊക്കെ ഉണ്ടല്ലോ ചെവിയല്ല. ഹലോ, ഇങ്ങോട്ട് ഇടിക്കാൻ നോക്കുന്നു നോക്കിയേ. ഭയങ്കര കുടുത്തങ്ങോട്ട് സാധനം. അവൾ അച്ചാച്ചിയുമായിട്ട് മാത്രമേ എടുക്കൂ. ഹലോ, ഒന്ന് പോസ് ചെയ്തേ. ഇതോ നമ്മുടെ വീട്, ഇത് നമ്മുടെ റോഡ്, ഇത് നമ്മുടെ അനാഥനായ വീടിൻ്റെ പ്ലോട്ട്. അയ്യോ, പുല്ലൊക്കെ വളർന്നു. ഇതാണ് ആ തെളിഞ്ഞു വന്ന പാറ. ഈ പാറ എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ കുഞ്ഞാവേയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിഞ്ഞിരിക്കുന്ന പാറ കണ്ടോ, ഇതിനെ ശരിയാക്കണം. ഞാൻ നിൽക്കുന്നതൊക്കെ നമ്മുടെ പുല്ല് തന്നെ കേട്ടോ, കണ്ട. ഇതോ നമ്മുടെ ഫാം, പറമ്പ്. ഈ താഴെ നിൽക്കുന്നത് നമ്മുടെ പുല്ല. ഒലിപ്പായി തുടങ്ങിയുണ്ട തോട്ടിൽ. മടുത്തു. ഞാനൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. തോട്ടിൽ പിന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ, ഉറവയുണ്ട്. അതുകൊണ്ട് കുടിവെള്ളമുണ്ട്, വെള്ളമുണ്ട് ഇഷ്ടം പോലെ, കുടിച്ചാൽ മതി. എന്തെങ്കിലും വീട് വെച്ചിട്ട് വേണം ഇതുപോലെ വീട്ടുമുറ്റത്തൊന്നും ഇരിക്കാൻ. വെള്ളത്തിലോട്ട് നോക്കി ഇങ്ങനെ പ്രകൃതി ഭംഗി, കാടൊക്കെ ആസ്വദിച്ച്. വെള്ളത്തോട്ടൊക്കെ കാടും ഈ വെള്ളച്ചാട്ടവും ഈ അരുവിയും ഒക്കെ ആസ്വദിച്ച് വേണം ഈ പെരയുടെ മുറ്റത്ത് എന്തെങ്കിലും ഞാൻ ഇരിക്കും, എന്നിട്ടൊരു വീഡിയോ ഇടും. കുറച്ച് വന്നു. ചെരുപ്പ് വേണ്ടിയിട്ട് ഒരു പരിപാടി നടക്കില്ല. ചെരുപ്പ് വെള്ളത്തിലങ്ങ് മുക്കും. ആ ചെരുപ്പ് നോക്കാം. അങ്ങനെ നമ്മളെല്ലാം വണ്ടിയിൽ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാറ് നിറച്ച ആൾക്കാരായിട്ടുണ്ട്. കുറേ പേരായി കണ്ടോ, കാറ് നിറച്ച ആൾക്കാരായെന്ന് പറയുമായിരുന്നു. എല്ലാ പുല്ലും നമ്മൾ സീറ്റ് മടക്കിയിട്ട് ഇതിൽ കൊള്ളിച്ച്. അവൾ കുറേ അടിച്ചു മാറ്റാൻ നോക്കി ഡയറി മിൽക്ക്. അയ്യോ, കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് താമസിച്ചു പോയി. നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇച്ചിരി വെയിലായിപ്പോയി. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് വെയിലായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷീണിക്കൂടായിരുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. മിഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും പണി കുറവുണ്ട്. കുത്തിയിരുന്ന് അരിയുണ്ട്, അത് സന്തോഷം. ഞാനിവിടെ നമ്മളെ ഷെഡിൽ കിടക്കാൻ വേണ്ടി കയറി വന്നാണേ. കുഞ്ഞാവ് വരുന്നേ ഉള്ളൂ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന നോക്കിയ ചാക്കെ തലയും വെച്ച്
ഒളിച്ച് വരുന്ന നോക്കിയ 2 ഞാൻ വാതിൽ തുറന്നിട്ടിട്ടാണ് വന്നേ. 5 മിനിറ്റ് ഞാൻ നോക്കും വാതിലടയ്ക്കാൻ വരുമ്പോഴത്തേക്ക്. താഴെ മര്യാദയ്ക്ക് പോയി താഴെ കിടന്നുറങ്ങിക്കും, ഇല്ല കടി മേടിക്കും അവളുടെ നിന്ന്. ഉമ്മച്ചാ, നീ ഒളിച്ചിരിക്കുന്നത് നിൻ്റെ കണ്ണെനിക്ക് കാണാം അവിടെ പോട്ടാ. ഒരു ഒളിച്ചിരിക്കാരൻ വന്നേക്കുന്നവൻ. അത് മേടിക്കാനാ. അത് ഇറങ്ങിപ്പോക്കോട്ടോ. ഇല്ല കള, ഇല്ല ഇതേ ഞങ്ങളുടെ കൊട്ടാരം. കുറച്ച് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു, മറ്റേ ബോർഡൊക്കെ വെച്ച് വീടിന് മുകളിലൊരു വീട് പണിഞ്ഞല്ലോ, അതെന്തായി എന്നുള്ളത്, അതെന്താ അതിൽ നിൽക്കാത്തതെന്നുള്ളത്. ചൂട് സമയത്ത് AC വർക്കല്ലായിരുന്നു അതിൽ. അപ്പം ചൂട് രാവിലെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ചൂടാവും. മഞ്ഞൾ നോക്കി. അന്നേരം എന്താ വെച്ചാൽ നമ്മൾ ചൂട് സമയത്ത് ഇവിടെ വന്ന് കിടന്നു തുടങ്ങി. ഇവിടെ എത്ര വലിയ ചൂടാന്ന് പറഞ്ഞാലും നല്ല കാറ്റാണ്. നമ്മൾ കറണ്ട് പോകുന്ന ഒന്നും നമ്മളറിയില്ല. കൊതുകിൻ്റെ ശല്യവും ഇല്ല, ചൂടുമില്ല. ആ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. അത് അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഴയത്ത് ഇതിനകത്ത് കിടക്കുമ്പോഴത്തേക്കും മഴയുടെ ഒരു ഫീല്, നമ്മളത് ഏതോ ഒരു കാട്ടിലൊരു കുടിലൊക്കെ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിലോ അങ്ങനെയുള്ളിടത്ത് എവിടെയെങ്കിലും കാട്ടിലൊക്കെ കിടക്കുമല്ലോ. അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറ്റത്ത് മഴയുണ്ടായിരിക്കും. ആ മഴവെള്ളം ഇങ്ങനെ വീഴുന്നൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഈ ഷീറ്റേ വീഴുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. ഞങ്ങൾക്ക് 2 ആൾക്ക് ഇതിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പട്ടികളുണ്ടല്ലോ ഇത്രയും പേര് ചുറ്റിനും, സേഫായിട്ട് ഇവിടെ കിടക്കും. ആ റൂമിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ശരിക്കും ഗസ്റ്റ് താമസിക്കുന്നു എന്നല്ലാണ്ട് നമുക്ക് പകൽ വീട്ടിൽ കയറാനോ റെസ്റ്റ് എടുക്കാനോ സമയമില്ല. രാത്രി പിന്നെ ഇതിനകത്ത് നല്ല സുഖം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പോലെ നിൽക്കുന്നത്. നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു. അതുപോലെ സമയം 9 മണി ആവുന്നതേ ഉള്ളൂ. പണിയെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ 8-9 മണിയാകുമ്പോൾ ഫോൺ മാറ്റി വെച്ച് ഉറങ്ങാനുള്ളൊരു ആ ഒരു ഇത് കിട്ടും. രാവിലെ നല്ല സുഖമായിട്ട് എണീറ്റ് പണി ചെയ്യാം. അപ്പോൾ ടാറ്റ, ബാക്കി നാളെ. കൈ നോക്ക് മഞ്ഞൾ. ഹലോ ഇവിടെ ഒരാൾ പാല് കൊടുക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നു. ചേച്ചി അനിയൻ എന്നെ പാത്തുവേ അവളങ്ങനെ ചെയ്ത മോന് തന്നില്ലേ കുഞ്ഞിനെ? എടി കോർക്കടി കുഞ്ഞിനെ, എടി ഒരു കുഞ്ഞിനെയൊക്കെ കോക്കടി. ഹലോ ആണോ? മനസ്സിലായി. അങ്ങോട്ട് അധികം അടുക്കണ്ട. ഇവിടെ സാരമില്ല, പോട്ടെ. എടാ ഉമ്മച്ചാ ഒന്ന് സ്നേഹിച്ച കൊച്ചിനെ, വിഷമമായി. ഉമ്മേ ഭയങ്കര സങ്കടമാണല്ലോ പാത്തു എന്നെ പറ്റുമോ? ഏണ് മോളെയോ? അമ്മ നോക്കട്ടെ. പാത്തുവേ സാരമില്ല കേട്ടോ. ഇങ്ങനെ കീഴി വന്ന് കിടന്ന് അവളെ കൊച്ചിനെ തരത്തൊന്നുമില്ല. എടാ കൊച്ചിനെ പിറക്കെ വന്ന് കിടക്കുക. അതിൻ്റെ പടി ഉമ്മേ ബാ വീട്ടിൽ പാ. എൻ്റെ പാത്തുവേ പോട്ടെ. ചെല്ല് 2 കൂടി നീ കടി ഉണ്ടാക്ക്. പാത്തന്നെ പാത്തുവേ അധികം കീഴി പോണ്ട. അടി സാരമില്ല ബാ. നല്ല കാലാവസ്ഥയാണല്ലോ രാവിലെ. തേങ്ങാക്കൊല, വാഴക്കൊല, ഒരു കാ പഴുത്തിട്ടുണ്ട്, അത് വെട്ടണം. അയ്യോ എന്നെ തള്ളിയിടും 2 കൂടുന്നു. തുടങ്ങി രണ്ടൂടെ. പാത്തു. അപ്പം നമ്മൾ മുട്ട കൊടുക്കാൻ പോവാണ്. ആ കൂട്ടത്തിൽ ഇതാ ഇത്ര അയക്കണം. ഇത് നമ്മുടെ ഇന്നലെ 10 മണിക്ക് ശേഷം വന്ന ഓർഡർ, അതായത് ഇന്നലെ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെയുള്ള സമയത്തെ ഓർഡറാണ്. അത് ഇന്ന് തന്നെ അയക്കണം. എല്ലാം തൂക്കി എയർ കളഞ്ഞ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ ഉണ്ട്. മുട്ടയൊക്കെ അയച്ചു തരാമെന്ന് ബോംബെ നിന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അതെങ്ങനെ അവിടെ എത്തിക്കുമെന്ന് ഒരു പിടിയില്ല. മുട്ടയും പച്ചക്കറിക്കും ഒക്കെ ഓർഡറുണ്ട്, ഒരുപാട് ഓർഡറുണ്ട്. നമ്മൾ പോലും വിചാരിച്ചില്ല ഇത്രയും മഞ്ഞപ്പൊടി ഇങ്ങനെ. അതായത് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചവർ തന്നെയാണ് വീണ്ടും പലർക്കും വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതും പലരോട് പറഞ്ഞ് വാങ്ങിക്കുന്നതും. ഒരുപാട് സന്തോഷം. ഇതെല്ലാം 1/2 കിലോയുടെയും 1 കിലോയുടെയും പാക്കറ്റായിട്ടോ. അതുകൊണ്ട് അയക്കാൻ എളുപ്പമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടാവുന്നില്ല. ചെറിയ പാക്കറ്റ് ആകുമ്പോഴാണ് നമുക്കിത് പാക്കിങ്ങും എല്ലാം സമയം വേണ്ടേ. അപ്പം ചേട്ടാ 1/2 കിലോ ഒക്കെ ഒരു കവറിൽ, 1 കിലോ ഒക്കെ വേറൊരു കവറിൽ, അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും.
ഇത് നമ്മുടെ അതിനകത്തുണ്ട് മഞ്ഞളുകൾ, നമ്മുടെ മുട്ടകൾ. കച്ചവടത്തിന് പോവാം. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് മുട്ടയും മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങാൻ. ഇറങ്ങൂ എല്ലാ വീഡിയോക്കും കമന്റ് ഇടുന്ന ആളാ. എന്റെ അനിയത്തിയുടെ ആരാധികയാണ് ഇത്. ഞാൻ വരുന്നുണ്ട് ചങ്ങനാശ്ശേരിയില്ല, പക്ഷെ എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. കിടുവിന്റെ വലിയ ഫാനാ എന്റെ മോള്, കൊച്ചുമോള് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. വേറെ ആൾക്കാരും ഉണ്ട്, കാണിച്ചു തരാവേ. അപ്പുറത്തെ സൈഡിലോട്ട് ഒരു പട്ടി അഴിഞ്ഞ് നടപ്പുണ്ട്. കടി കിട്ടുമോന്ന് അറിയത്തില്ല. എന്തായാലും ധൈര്യമുള്ള ആൾക്കാരാ, എല്ലാരും ധൈര്യമുള്ള ആൾക്കാരാ. അതെ, നമുക്ക് കാണാം. പാത്തുവിനങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടെഡി ബെയറാ, പക്ഷെ ഇച്ചിരി ചെളി പിടിച്ചിട്ട്. ജാനുവേ, നീ എവിടെ ആയിരുന്നു? ഞാൻ പട്ടിക്കുഞ്ഞിനെ എടുക്കുന്ന അന്നോട് കറിയിച്ചു പോയതാ. മണ്ണിൽ കിടന്ന് ഉരുളുന്നാന്ന് ഇവള്. കെട്ടി വെച്ചേക്കുവായിരുന്നു. ഇവര് രണ്ടാമത്തെ തവണ വരുന്നത്. ജാനു വലുതായി, ജാനു അമ്മയായി. അല്ല, ജാനുവിന് ആരോട് സ്നേഹമില്ലെന്ന് കേട്ടോ. ജാനു ഇതൊക്കെ ഒരാള് വാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ കയറണ്ട. ആ, കിടുയില്ലാതായി പോയി. അവരെ പേടിപ്പിക്കണ്ട. എടാ ഉമ്മച്ചോ, നീ എവിടെ കയറിയിരിക്കുന്നേ? ഉമ്മച്ചൻ. ഇത്രയും പട്ടികളുടെ നടക്കി മമ്മി പട്ടിയെ പേടിയാണ്. അതെനിക്ക് വേറെ വീട്ടിലെ പട്ടിയെ പേടിയാ. ഉമ്മച്ചോ, അത് സ്നേഹമുള്ളണ്ടല്ലേ. വരുന്നോടാ, ചങ്ങനാശ്ശേരി കൊണ്ടുപോവാ. എടാ പോന്നോടാ, നമുക്ക് ചങ്ങനാശ്ശേരി പോവാം. എടാ ഉമ്മണിയേ, എന്റെ ഉമ്മച്ച ചിരിക്കുവാണോടാ നീ? ചിരിച്ചു കാണിക്കും. ഹലോ, വെടി വെച്ച് ഓടിച്ചോ. ആരാധികമാരുടെ പെട്ടുപോയൊരു യുവാവ് അല്ലേ? ആരാധികമാരുടെ പെട്ടുപോയൊരു യുവാവ്. ആ, ഡാൻസ് കളിച്ചാണ് അവള് കളിക്കും. ഈ പാത്തു ഉമ്മച്ചിന് ഭയങ്കര കൂട്ടാ. ഇവളുടെ പാത്രത്തിൽ തൊട്ട് ഇവള് കടിക്കാത്ത അവനെ മാത്രമേ ഉള്ളൂ. കിടന്ന് ടാറ്റ കൊടുക്കുന്ന നോക്കി. പാത്തുവിനെ ഇങ്ങോട്ട് എല്ലാരും വിട്ടിട്ട് പോകാൻ വിഷമം പാത്തുവിന്. ആ ശരി ആയിക്കോട്ടെ. ഓക്കെ ബൈ. ആ പറഞ്ഞേക്കാം.